നമസ്കാരം, കാർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിക്ക വാഹന ബ്രാൻഡുകളും സ്പെഷ്യൽ എഡിഷൻസ് ഇറക്കാറുണ്ട്. ഈ സ്പെഷ്യൽ എഡിഷന് വേണ്ടി കാത്തിരിക്കുന്ന കസ്റ്റമേഴ്സുമുണ്ട്. എന്തുകൊണ്ടെന്നാൽ തങ്ങളുടെ വാഹനം എല്ലാ അർത്ഥത്തിലും യുണീക്കാകണം, അല്ലെങ്കിൽ കൂടുതൽ സൗന്ദര്യം ഉള്ളതാകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ എഡിഷൻ വാഹനങ്ങൾ. സാധാരണ വാഹനങ്ങളിൽ നിന്നും കുറച്ച് വില അധികം കൊടുത്താലും വേണ്ടില്ല, ഈ ലിമിറ്റഡ് എഡിഷൻസ് സ്വീകരിക്കാൻ ഒത്തിരിയേറെ കസ്റ്റമേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫ്രഞ്ച് ഓട്ടോമേക്കറായിട്ടുള്ള സിട്രോൺ അവരുടെ ഇന്ത്യയിലെ 3 വാഹനങ്ങളിലേക്ക് സ്പെഷ്യൽ ഡാർക്ക് എഡിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. സിട്രോൺ ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1919 തുടങ്ങിയ വലിയ ഒരു ഓട്ടോമേക്കറാണ് സിട്രോൺ. ഇന്ത്യയിലെത്തിയത് 2019 2019 എന്ന് പറയുമ്പോൾ അവർ ഇന്ത്യയിൽ അവരുടെ ഫാക്ടറി തുടങ്ങിയതാണ്. 2021 ആദ്യത്തെ വാഹനം സിട്രോൺ C5 എയർക്രോസ് ഇവിടെ അവതരിപ്പിച്ചത്. ബ്രാൻഡ് ഒരു 4 വർഷമായതേ ഉള്ളൂ ഇവിടെ അവരുടെ സാന്നിധ്യം അറിയിച്ചിട്ട്. ഇതിനിടയിൽ അവർ ഇലക്ട്രിക് വാഹനം ഉൾപ്പെടെ കൂടുതൽ വാഹനങ്ങൾ ഇവിടെ എത്തിച്ചു. ആദ്യമായിട്ടാണ് ഒരു സ്പെഷ്യൽ എഡിഷൻ, അതായത് ഡാർക്ക് എഡിഷൻ വാഹനം അവർ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ ഡാർക്ക് എഡിഷൻ വാഹനം അവതരിപ്പിച്ചപ്പോൾ സിട്രോൺ ഇന്ത്യ അവരുടെ ബ്രാൻഡ് അംബാസഡറായ മഹേന്ദ്ര സിംഗ് ധോണിക്ക് ആദ്യ വാഹനം നൽകിക്കൊണ്ടാണ് ഈ ബ്രാൻഡിൻ്റെ ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ ഇറക്കിയത്. അപ്പം സിട്രോണിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ 104 വർഷത്തെ ലെഗസിയാണുള്ളത്. 106 രാജ്യങ്ങളിലാണ് അവരുടെ സാന്നിധ്യം. അതേപോലെ തന്നെ 50 മില്യൺ വാഹനങ്ങളാണ് ഈ ബ്രാൻഡ് ഇതുവരെ ലോകത്ത് വിറ്റിരിക്കുന്നത്. അതേപോലെ തന്നെ 300-ലേറെ മോഡലുകളാണ് സിട്രോൺ ബ്രാൻഡ് ഇറക്കിയിരിക്കുന്നത്. 104 വർഷത്തെ ലെഗസിയുള്ള 101 രാജ്യങ്ങളിലൊക്കെ സാന്നിധ്യമുള്ള 50 മില്യൺ വാഹനങ്ങൾ ഇതുവരെ വിറ്റ 300-ലേറെ വാഹന മോഡലുകൾ ഇറക്കിയ ഒരു വലിയ ബ്രാൻഡിൻ്റെ ബ്ലാക്ക് എഡിഷൻ വാഹനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരുപാട് കൗതുകമുണ്ട്. അല്ലെങ്കിൽ അത് ഈ ബ്രാൻഡിനെ വിശ്വസിക്കുന്നവർ കാത്തിരുന്ന ഒരു സ്പെഷ്യൽ എഡിഷനാണ് ഈ ബ്ലാക്ക് എഡിഷൻ എന്ന് പറയാം. അപ്പോൾ 19,500 രൂപ മുതലുള്ള പ്രൈസ് ഹൈക്കുണ്ട് ഈ സ്പെഷ്യൽ എഡിഷൻ വാഹനത്തിൽ. ഇതിൽ ശരിക്കും ബ്ലാക്ക് കിറ്റ് വരുന്നുണ്ട്. അതായത് ഈ വാഹനത്തെ എങ്ങനെയൊക്കെ ഭംഗിയാക്കാൻ പറ്റുന്നു അതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ C3യിലേക്കും എയർക്രോസിലേക്കും അതുപോലെ തന്നെ SUV കൂപ്പയായ ബസാൾട്ടിലേക്കുമാണ് ഡാർക്ക് എഡിഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ വാഹനത്തിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഈ 3 വാഹനത്തിൻ്റെ നിറത്തെ സിട്രോൺ ഇന്ത്യ വിശേഷിപ്പിക്കുന്നത് പേൾ നേറ ബ്ലാക്ക് എന്നാണ്. എക്സ്റ്റീരിയർ കളറിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും കറുപ്പിൻ്റെ ഏറ്റവും നല്ല ഒരു ടോൺ എന്ന് തീർച്ചയായിട്ടും പറയാം. കറുപ്പ് തന്നെ പല രീതിയിലുണ്ട്. എന്നാലും സിട്രോൺ കൊണ്ടുവന്നിരിക്കുന്ന ഈ ബ്ലാക്ക് എഡിഷനിൽ കൊണ്ടുവന്നിരിക്കുന്ന ബ്ലാക്കിന് കൂടുതൽ ഭംഗിയുണ്ടെന്ന് നമുക്ക് ഒറ്റ കാഴ്ചയിൽ തന്നെ തോന്നുന്നു. ചെറിയ വാഹനം ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം സിട്രോൺ ബ്രാൻഡിൻ്റെ ഹാച്ച്ബാക്ക് C3 ഒരു മികച്ച ചോയ്സാണെന്ന് നമുക്കെല്ലാം അറിയാം. ഇതിൻ്റെ മനോഹരമായിട്ടുള്ള കുറേ കളർ കോമ്പിനേഷനിലൊക്കെയാണ് C3 അവതരിപ്പിച്ചത്. ഈ വാഹനം അവതരിപ്പിച്ച 6 മാസത്തിന് ശേഷം ഈ C3, അതായത് ഇതിൻ്റെ ഇലക്ട്രിക് പതിപ്പും ബ്രാൻഡ് അവതരിപ്പിച്ചിരുന്നു. സത്യത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഐസ് മോഡൽ ഇറക്കിയ ശേഷം 6 മാസത്തിനുള്ളിൽ അതിൻ്റെ ഇലക്ട്രിക് പതിപ്പ് ഇറക്കാൻ ഈ ബ്രാൻഡിന് കഴിഞ്ഞത്. ശരിക്കും എത്ര ശക്തമായ ഒരു ബ്രാൻഡാണ് ഈ ഫ്രഞ്ച് ഓട്ടോമേക്കർ എന്ന് നമുക്കറിയാം. ശരിക്കും ഞാൻ ഈ ഒരു കുപ്പി ഡിസൈൻ ആദ്യമായിട്ട് സിട്രോൺ ബ്രാൻഡ് ഈ ഒരു വാഹനം അവതരിപ്പിച്ചപ്പോൾ ഇതിനെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളാണ്. ശരിക്കും ഗോവയിൽ വെച്ചായിരുന്നു ഇതിൻ്റെ നാഷണൽ മീഡിയ ഡ്രൈവ്. അന്ന് ഈ വാഹനം ഓടിച്ചപ്പോൾ ഒത്തിരി ഇഷ്ടമായി. ഇതിൻ്റെ ഒരു രൂപം തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇത് ബ്ലാക്ക് എഡിഷനിൽ ശരിക്കും ബസാൾട്ട് കാണുമ്പോൾ അതിലേറെ സന്തോഷമാണ്. കാരണം ബ്ലാക്ക് കളറിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പോൾ ഈ ബ്ലാക്ക് എഡിഷൻ വന്നപ്പോൾ ഇവർ ശരിക്കും ഇതിനകത്തേക്ക് ഗ്ലോസി ബ്ലാക്ക് ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയറിലേക്കൊക്കെ കൂടുതൽ
കൂടുതലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. സിട്രോണിനെ എപ്പോൾ നമ്മൾ കാണുമ്പോഴും ഈ ഒരു ലോഗോയുടെ അതുപോലെ തന്നെ സിട്രോൺ വാഹനങ്ങളുടെ എല്ലാം മുഖവും ഒരുപോലെയാണ്. ഈ ഒരു ഷേപ്പ് ഇതിൻ്റെ ഇൻറ്റീരിയറിലാണെങ്കിലും എക്സ്റ്റീരിയറിലാണെങ്കിലും ഇങ്ങനെ വന്നിരിക്കുന്നു. അപ്പോൾ ലോഗോയ്ക്കൊക്കെ തന്നെ ഗ്ലോസി ബ്ലാക്ക് എലിമെൻ്റാണ് ഡാർക്ക് എഡിഷനിൽ കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഈ ഒരു കൂപ്പേ ബസാൾട്ട് കൂപ്പേ ഡാർക്ക് എഡിഷനിൽ ഒരുപാട് ഭംഗി തോന്നിക്കുന്നു. ശരിക്കും കുറേ കൂടി ഒരു കൂപ്പേ സ്റ്റൈൽ ഈ ഒരു ഡാർക്ക് എഡിഷനിൽ കൂടുതൽ എൻഹാൻസ്മെൻറ്റ്, അതായത് ഇതിൻ്റെ സൈഡിലേക്കൊക്കെ തന്നെ ഡാർക്ക് എഡിഷൻ എന്ന് പറഞ്ഞ ബാഡ്ജിങ് ഒക്കെ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ബ്ലാക്കാണ്. ഇതിൻ്റെ സൈഡ് വ്യൂ മിറർ ആണെങ്കിലും ഇവിടെ എല്ലാം തന്നെയും ബ്ലാക്കാണ്. ഗ്ലോസി ഹാൻഡിൽസ് ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. സിട്രോൺ ഇന്ത്യ അവരുടെ 3 വാഹനങ്ങളിലേക്കും ഡാർക്ക് എഡിഷൻ അവതരിപ്പിച്ചത് അതിൻ്റെ ടോപ്പ് വേരിയൻറ്റുകളിലാണെന്ന് ഞാൻ പറഞ്ഞു. ടോപ്പ് വേരിയൻറ്റുകൾ എന്ന് പറയുമ്പോൾ അതിൽ 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലാണ് ഈ വാഹനം എത്തുന്നത്. അപ്പോൾ അതിലേക്കാണ് ഈ ഡാർക്ക് എഡിഷൻ വന്നിരിക്കുന്നത്. അതിൽ C3യിൽ മാത്രം 1.2 നാച്ചുറലി ആസ്പിറൻറ്റ് എഞ്ചിനിൽ കൂടി അവർ ഡാർക്ക് എഡിഷൻ അവതരിപ്പിച്ചിട്ടുണ്ട്. മറ്റ് ബസാൾട്ടിലാണെങ്കിലും എയർക്രൂസിലാണെങ്കിലും 1.2 ലിറ്റർ ടർബോ പതിപ്പിലേക്ക് മാത്രമാണ് ഡാർക്ക് എഡിഷൻ വരുന്നത്. അതിൻ്റെ ഓട്ടോമാറ്റിക് പതിപ്പിലും മാനുവൽ പതിപ്പിലേക്കുമാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്തേക്കൊക്കെ ഞാൻ നേരത്തെ ഒരുപാട് തവണ സൂചിപ്പിച്ചതാണ്, ഡാർക്ക് എഡിഷൻ കിറ്റുകളുണ്ട്. കിറ്റുകളുടെ എക്സ്ട്രാ പൈസയാണ് നമുക്ക് കൂടുതലായിട്ട് നൽകേണ്ടത്. എന്തായാലും കറുത്ത നിറത്തിലുള്ള ഈ ഒരു വാഹനം എല്ലാവർക്കും ഇഷ്ടമാകും. ടോപ്പ് വേരിയൻറ്റുകളിലേക്ക്, അതായത് ടോപ്പ് വേരിയൻറ്റുകളുടെ ഓട്ടോമാറ്റിക് പതിപ്പിലേക്കും മാനുവൽ പതിപ്പിലേക്കുമാണ് സിട്രോൺ ഇന്ത്യ ഡാർക്ക് എഡിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ബസാൾട്ട് SUV കൂപ്പയുടെ ഡാർക്ക് എഡിഷൻ്റെ വില തുടങ്ങുന്നത് 12,80,000 രൂപ എക്സ് ഷോറൂം പ്രൈസിലാണ്. ഇനി C3 എയർക്രൂസിൻ്റെ വില നോക്കാം. ഈ SUVയുടെ വില തുടങ്ങുന്നത് 13,13,300 രൂപ എക്സ് ഷോറൂം പ്രൈസിലാണ്. അപ്പോൾ ഇതിൻ്റെ ഓട്ടോമാറ്റിക് പതിപ്പിലും അതുപോലെ തന്നെ മാനുവൽ പതിപ്പിലും ഈ വാഹനം നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഹാഷ് ബാക്ക് സിട്രോൺ C3 അവരുടെ ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും 90% ലോക്കലൈസേഷനിൽ നിർമ്മിച്ച ഈ വാഹനം, തമിഴ്നാട്ടിൽ നിർമ്മിച്ച ഈ വാഹനത്തിൻ്റെ വില തുടങ്ങുന്നത് 8,38,300 രൂപ മുതലാണ്. സിട്രോൺ ബ്രാൻഡിൻ്റെ ലോഗോയെക്കുറിച്ചിട്ട് നമുക്കറിയാം. ഇതിൻ്റെ ഫൗണ്ടർ മെമ്പർ ആദ്യം ശരിക്കും ഈ ഒരു എഞ്ചിൻ്റെ പൽചക്രങ്ങളുടെ ഒരു രൂപം വെച്ചിട്ടാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ ലോഗോ ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇതിന് ഒരുപാട് മോഡിഫിക്കേഷൻ വന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ രൂപം ഇതാണ്. അപ്പോൾ സിട്രോണിൻ്റെ ഈ ഒരു ലോഗോ, അതിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു എലിമെൻ്റ് എല്ലാം തന്നെ ഡാർക്ക് ക്രോമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അതിൻ്റെ ബ്ലാക്ക് എഡിഷനിൽ. ശരിക്കും ഈ ലോഗോയുടെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഇങ്ങനെ ഒരു സ്ട്രിപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിട്രോൺ വാഹനങ്ങളുടെ എല്ലാം മുൻഭാഗം ഇങ്ങനെ ഏകദേശം നമുക്ക് എവിടെ കണ്ടാലും ഇത് സിട്രോൺ വാഹനമാണെന്ന് അറിയുന്ന കുറേ എലിമെൻറ്റ്സ് അവരെല്ലായ്പ്പോഴും കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ഗ്രില്ലുകൾ എല്ലാം തന്നെ ബ്ലാക്ക് ആൻഡ് ആക്കിയിട്ടുണ്ട്. ഇത് ശരിക്കും ക്രോമിനെ ബ്ലാക്ക് ആൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും നല്ല ഭംഗിയിൽ തന്നെ സിട്രോൺ C3 യുടെ മുൻഭാഗം അവർ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, സിട്രോൺ വാഹനങ്ങളുടെ മുഖമുദ്രയായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ് ഈ ഒരു ഷേപ്പ്. ആ ഒരു ഷേപ്പ് ഇതിൻ്റെ ബോണറ്റിലേക്ക് വന്നിട്ടുണ്ട്. അത് ബ്ലാക്കിൽ വന്നപ്പോഴും നല്ല ഭംഗിയുണ്ട്. ബ്ലാക്ക് കളറിൽ അതൊന്നും കൂടി സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നു. സിട്രോൺ എന്ന് പറയുന്ന ബ്രാൻഡും ബ്ലാക്ക് ക്രോമിലേക്ക് കൊടുത്തിരിക്കുന്നു. ഡാർക്ക് എഡിഷൻ എന്ന് പറയുന്ന ബാഡ്ജിങ് ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ സ്ലിറ്റ് ഇത് ബ്ലാക്കിലായിട്ട് വന്നിരിക്കുന്നു. ഹാൻഡിൽസ് എല്ലാം ഗ്ലോസി ബ്ലാക്കിലേക്ക് വന്നിട്ടുണ്ട്. റൂഫ് റെയിലും ഗ്ലോസി ബ്ലാക്കിലായിട്ട് വന്നിട്ടുണ്ട്. പിൻഭാഗ കാഴ്ച പറയുകയാണെങ്കിലും മൊത്തത്തിൽ ബ്ലാക്ക് ആൻഡ് മയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രോം പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയല്ല ചെയ്തത്, ഡാർക്ക് ക്രോമിലേക്ക് കൊണ്ടുവന്നു. ഗ്ലോസി ബ്ലാക്കും ഡാർക്ക് ക്രോമുമാണ് ഈ ബ്ലാക്ക് എഡിഷനെ കൂടുതൽ ഭംഗിയാക്കിയിരിക്കുന്നത്. എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻ പ്യുർ ടെക് എന്ന എഞ്ചിൻ. ശരിക്കും 1.2 ലിറ്റർ സിട്രോണിൻ്റെ ഈ ഒരു എഞ്ചിൻ തുടർച്ചയായിട്ട് കുറേ വർഷത്തെ ലോകത്തെ ഏറ്റവും മികച്ച എഞ്ചിൻ എന്ന അവാർഡൊക്കെ നേടിയ ഒരു എഞ്ചിനാണ്. അപ്പം എന്തായാലും സിട്രോണിൻ്റെ C3യുടെ ഡാർക്ക് എഡിഷൻ്റെ പിൻകാഴ്ച നന്നായിരിക്കുന്നു. ഇവിടെ സെൻസേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. തൊണ്ണൂറ് ശതമാനം ലോക്കലൈസേഷനോട് കൂടിയിട്ട് ഇന്ത്യയിൽ നിർമ്മിച്ച്, അതായത് തമിഴ്നാട്ടിലെ തിരുവല്ലൂരിൽ നിർമ്മിച്ച് വിദേശത്തേക്കൊക്കെ കയറ്റുമതി ചെയ്ത ഈ ഒരു വാഹനത്തിന് വേൾഡ്
അർബൻ കാർ ഓഫ് ദ ഇയർ അവാർഡ് 2023 കിട്ടി. സിട്രോൺ ബ്രാൻഡിന് പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു വാഹനത്തിന്, ഇവിടെ നിർമ്മിച്ച ഒരു വാഹനത്തിന്, അതായത് ലോക്കലൈസേഷന് പ്രാധാന്യം നൽകി ഇവിടെ നിർമ്മിച്ച ഒരു വാഹനത്തിന് ഇത്തരത്തിലുള്ള ഒരു വേൾഡ് അർബൻ കാർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടുന്നത്. അത്തരത്തിൽ നേടിയ ഒരു വാഹനമാണ് സിട്രോൺ C3 എന്ന ഹാച്ച് ബാക്ക് എന്ന് പറയുന്നു. ശരിക്കും സിട്രോൺ ഈ C3 ഇറക്കിയപ്പോൾ എന്നെ ഏറ്റവും ആകർഷിച്ചത് ശരിക്കും അതിൻ്റെ കളർ കോമ്പിനേഷൻസ്, അതായത് ഡ്യുവൽ ടോണിലൊക്കെ വരുമ്പോൾ ഒത്തിരി കളർ ഓപ്ഷൻസ്, അത് തന്നെ ഒരു വലിയൊരു വൗ ഫാക്ടറായിരുന്നു. എന്തായാലും ഈ വാഹനത്തെ ഇപ്പോൾ പൂർണ്ണമായിട്ടും ബ്ലാക്ക് എഡിഷൻ കണ്ടപ്പോൾ അതിലേറെ സന്തോഷം. എന്തായാലും കയ്യിലൊതുങ്ങുന്ന വിലയിൽ മികച്ച ഒരു എഞ്ചിനിൽ, അതായത് പ്യുർടെക് എഞ്ചിനിൽ 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലും ഒക്കെ തന്നെ വരുന്ന ഈ ഒരു വാഹനത്തിനെ എല്ലാവരും ഇഷ്ടപ്പെടും. എന്തായാലും ഇതിൻ്റെ ഇൻറ്റീരിയറും പൂർണ്ണമായിട്ടും ബ്ലാക്കാണ്. ബ്ലാക്കിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് സിട്രോൺ ബ്രാൻഡ് ഇറക്കിയിരിക്കുന്ന ഈ ഒരു ഹാച്ച് ബാക്കിൻ്റെ ഉൾഭാഗ ഭംഗിയിലേക്ക് നമുക്ക് പോകാം. മിക്ക ഡാർക്ക് എഡിഷൻ വാഹനങ്ങളിലും നമ്മൾ കാണുന്നത് പോലെ തന്നെ റെഡിൻ്റെ ഒരു ചെറിയ ഇൻസെർട്ടുകൾ കൊടുത്ത് ബ്ലാക്ക് മൊത്തത്തിൽ ആക്കിക്കൊണ്ടാണ് സിട്രോൺ ഇന്ത്യ അവരുടെ ഡാർക്ക് എഡിഷനും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത് കാർബൺ ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ്. ഇതിൻ്റെ അപ്പർ പോർഷൻ കൂടി ബ്ലാക്കിൽ കൊടുത്തിരുന്നെങ്കിൽ കൂടുതൽ ഒരു ലക്ഷറി ഫീൽ വന്നിരുന്നതിന്, ഒരു പ്രീമിയം ഫീൽ വന്നിരുന്നതിന്. എന്തായാലും അപ്പർ പോർഷൻ സാധാരണ വാഹനങ്ങളിലെ പോലെ തന്നെ ഒരു ഗ്രേ ടോണിലാണ് ഇരിക്കുന്നത്. എന്തായാലും സീറ്റ് അപ്പോൾസ്ട്രി ഒരു രക്ഷയുമില്ല, നല്ല ഭംഗിയുണ്ട്. ഇതിനകത്തേക്ക് ഡാർക്ക് എഡിഷൻ എന്ന് പറഞ്ഞ ബാഡ്ജിങ് വന്നിട്ടുണ്ട്. ഇതിൽ റെഡ് സ്റ്റിച്ച് വന്ന് ഇതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഹൈ ഗ്ലോസ് ഫിനിഷസ് ആണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ മറ്റു വാഹനങ്ങളിൽ നിന്ന് കാണുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഗ്ലോസി ബ്ലാക്ക് അല്ലെങ്കിൽ ഹൈ ഗ്ലോസ് ഫിനിഷ് ഇവിടെ എല്ലാം വന്നിട്ട് ശരിക്കും ഒരു പ്രീമിയം ഫീൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം സ്റ്റാൻഡ് അലോണായി നിൽക്കുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അതിനകത്തേക്കൊക്കെയും റെഡ് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം ആ റെഡ് സ്റ്റിച്ച് കൊണ്ടുവന്ന് കൂടുതൽ ഭംഗിയാക്കിയിട്ടുണ്ട്. ഡോർ ട്രിമ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അതിനകത്തേക്കും ബ്ലാക്ക് എലിമെൻ്റ്, അതായത് ക്രോമിൻ്റെ ബ്ലാക്ക് ആൻഡ് ക്രോമിൻ്റെ എലിമെൻറ്റ് വന്നിരിക്കുന്നു. അവിടെയും ഒരു ഹൈ ഗ്ലോസ് എലിമെൻ്റ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും ശരിക്കും ഈ ബ്ലാക്ക് എഡിഷൻ്റെ ഇൻറ്റീരിയർ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ബ്ലാക്ക് എഡിഷൻ C3 ഹാച്ച് ബാക്കിൻ്റെ രണ്ടാം നിര സൂപ്പറാണെന്ന് തന്നെ പറയുന്നു. ശരിക്കും ബ്ലാക്കിൻ്റെ ഒരു മയം ഇതിലെ ഈ ഒരു ലെതറൈറ്റ് അപ്പോൾസ്ട്രി ബ്ലാക്ക് ടോണിലും അതുപോലെ തന്നെ റെഡ് ഇൻസേർട്ട്, ഇതിനകത്തേക്ക് ഒരു ഗ്രേ ടോണും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അത് ഭയങ്കര രസമുള്ളൊരു ലെതറൈറ്റ് അപ്പോൾസ്ട്രിയാണ് C3 ബ്ലാക്ക് എഡിഷനിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ശരിക്കും നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് എല്ലാം പക്കയാക്കിയിട്ടുണ്ട്. നമ്മൾ 19,500 രൂപ അധികം കൊടുത്താലും ഈ ബ്ലാക്ക് എഡിഷൻ കിറ്റ് തീർച്ചയായിട്ടും വർത്താണെന്ന് പറയുന്നു. അപ്പോൾ ഇതിലെ ഈ സീറ്റ് കവറുകളും അതുപോലെ തന്നെ പിന്നെ സൈഡ് ബാഡ്ജിങ്, അതായത് ഫെൻഡറിലേക്ക് വന്നിരിക്കുന്ന ഡാർക്ക് എഡിഷൻ എന്ന് പറയുന്ന ബാഡ്ജിങ്ങും ഒക്കെ തന്നെയും ഇതിൻ്റെ ഡാർക്ക് എഡിഷൻ കിറ്റിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാത്തിനും കുറച്ച് വിലയുടെ ഒരു വ്യത്യാസമുണ്ട്. അതായത് ചെറിയ വാഹനങ്ങളിലേക്ക് 15,500 രൂപയുടെ വ്യത്യാസമാണ് വരുന്നത്. പിന്നെ തൊട്ടടുത്ത വാഹനത്തിലേക്ക് 16,500 രൂപയുടെ വ്യത്യാസം, അതുപോലെ തന്നെ ഏറ്റവും വലിയ വാഹനത്തിലേക്ക് 19,500 രൂപയുടെ വ്യത്യാസമാണ് സാധാരണ നിലയിലുള്ള വാഹനത്തിൻ്റെ വിലയിൽ നിന്നും കൂടുതലായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. എന്നാലും വേണ്ടില്ല, ബ്ലാക്കിനെ ഇഷ്ടപ്പെടുന്ന വാഹനങ്ങളിലെ ലോകത്താകമാനം ഉള്ള വാഹനങ്ങളിൽ നിറങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം പോകുന്നത് വൈറ്റാണ്. രണ്ടാം സ്ഥാനത്തേക്ക് ഗ്രേയും ബ്ലാക്കും ഒക്കെ തന്നെ വരുന്നു. രാജ്യങ്ങൾക്കനുസരിച്ച് നിറങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ കൂടുതലായിട്ട് ട്രെൻഡായിട്ട് നീല നിറങ്ങളിലുള്ള വാഹനങ്ങൾ വരുന്നു. ഞാൻ ജസ്റ്റ് ഈ ഒരു അവസരത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാലും എപ്പോഴും ഒരു പ്രീമിയം ഫീലിന് ബ്ലാക്ക് എഡിഷൻ വാഹനങ്ങൾ വളരെ പിന്നെ മികച്ച ഒരു ചോയ്സാണ്. ബ്ലാക്കിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എപ്പോഴും ഇൻറ്റീരിയറിൽ ഒരു പ്രീമിയം ഫീൽ വരണമെങ്കിൽ ഫുള്ളി ബ്ലാക്ക് ആണെങ്കിൽ ഒരു രക്ഷയുമില്ലാത്തൊരു ലുക്കാണ്. അപ്പോൾ എന്തായാലും ഹാച്ച് ബാക്കിൻ്റെ ഇൻറ്റീരിയർ ഇഷ്ടമായി. അപ്പോൾ മറ്റേ നമുക്കിനിയും ബസാൾട്ടിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എങ്ങനെയുണ്ടെന്ന് നോക്കാം.
കറുത്ത നിറത്തിൽ ഈ കൂപ്പെ വാഹനം കൂടുതൽ മനോഹരമായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും മറ്റു വാഹനങ്ങളിൽ കണ്ടതുപോലെ ലോഗോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഗ്ലോസി ബ്ലാക്ക് എലിമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ക്രോമിന്റെ ഭാഗത്തെല്ലാം തന്നെ ബ്ലാക്ക് ആൻഡ് ക്രോം ആക്കിയിട്ടുണ്ട്. മറ്റ് രണ്ട് വാഹനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ശരിക്കും ഒരു റെഡ് സ്ട്രിപ്പ് ഇവിടെയായിട്ട് അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രില്ലുകളും എല്ലാം തന്നെയും ശരിക്കുള്ള ബ്ലാക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതേപോലെ തന്നെ സൈഡ് വ്യൂ മിറർ ആണെങ്കിലും എല്ലാം ഗ്ലോസി ബ്ലാക്ക്. റൂഫ് റെയിലിൻ്റെ ഒരു പ്രൊവിഷനിലെ ഹാൻഡിൽസ് എല്ലാം ഗ്ലോസി ബ്ലാക്ക്. ഇവിടെയായിട്ട് ഡാർക്കിൻ്റെ ഒരു സെൻറ്ററിലേക്ക് ഒരു ബാഡ്ജിങ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പിൻകാഴ്ചയാണെങ്കിലും ഇത് ഓക്കെ ബസാൾട്ടിൻ്റെ ഒരു എക്സ്ക്ലൂസീവായിട്ട് ഡാർക്ക് എഡിഷന് കൊടുത്തിരിക്കുന്ന ഒരു റെഡ് സ്ട്രിപ്പാണ് ഈ കാണുന്നത്. നമ്മൾ മുന്നിലും കണ്ടിരുന്നു. അപ്പം ഇത് സൈഡിലേക്കും വന്നിട്ടുണ്ട്. ഇതൊരു എക്സ്ട്രാ അലങ്കാരമാണ്. എന്തായാലും ബസാൾട്ടിൻ്റെ ഡാർക്ക് എഡിഷൻ കിറ്റിലേക്ക് അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബസാൾട്ട് എന്നുള്ള ബാഡ്ജിങ്ങും ബ്ലാക്ക് ആൻഡ് ആക്കിയിട്ടുണ്ട്. സിട്രോൺ ബ്രാൻഡിൻ്റെ ലോഗോയും ബ്ലാക്ക് ക്രോമിലേക്ക് വന്നിരിക്കുന്നു. പ്യുർ ടെക് എന്ന എഞ്ചിൻ സ്പെസിഫിക്കേഷൻ പിൻകാഴ്ച കൂടുതൽ രസകരമാണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഹാൻഡിൽസ് എല്ലാം തന്നെയും ബോഡി കളേർഡ് ഹാൻഡിൽസ് ആണ്. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കണ്ടതുപോലെ ആ ഒരു റെഡ് ഇത് ഇവിടേക്കും വന്നിരിക്കുന്നു. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ എന്താണെന്ന് നോക്കാം. ശരിക്കും ഒരു വൗ ഫീലാണ് ബസാൾട്ടിൻ്റെ ഇൻറ്റീരിയർ. ശരിക്കും ഒരു രക്ഷയുമില്ലാത്ത ഭയങ്കര ഡാർക്കിൽ കുളിച്ചു നിൽക്കുന്ന ഡാഷ്ബോർഡ് ഡിസൈനും അതേപോലെ ഗ്ലോസി ബ്ലാക്ക് കൊടുത്തിട്ട് കൂടുതൽ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. മൊത്തത്തിൽ എല്ലായിടത്തേക്കും ഒരു ഗ്ലോസി ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ C3യിൽ കണ്ടതുപോലെ തന്നെ സീറ്റ് അപ്പോൾസ്ട്രി ഒക്കെ തന്നെയും റെഡിൻ്റെ ഒരു ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ക്രോമിൻ്റെ എലിമെൻറ്റുകൾ ഒന്നും തന്നെ നമുക്ക് കാണാനില്ല. എല്ലാം ബ്ലാക്ക് ആൻഡ് ആക്കിയിട്ടുണ്ട്. ഫിനിഷ് കൂടുതൽ അതൊരു പ്രീമിയം ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗ്ലോസി ആക്കിയിട്ടുണ്ട്. ഇനി രണ്ടാം നിരയിലേക്കൊന്ന് നോക്കാം. ബസാൾട്ടിൻ്റെ മുൻനിര നമ്മൾ കണ്ടപ്പോൾ ഹൈ ഗ്ലോസ് ഫീൽ കൊണ്ടുവന്ന് പ്രീമിയം ഫീൽ കൊണ്ടുവന്നു. അപ്പോൾ രണ്ടാം നിരയിലേക്ക് ഹൈ ഗ്ലോസ് ഫീൽ അധികമായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു സീറ്റ് അപ്പോൾസ്ട്രിയുടെ ഈ ഒരു ബസാൾട്ടിൻ്റെ ഈ ഒരു ഡിസൈൻ തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ട് തന്നെ തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെയും അപ്പർ പോർഷൻ ഗ്രേയിൽ തന്നെയാണ്. അപ്പോൾ ലോ പോർഷൻ മാത്രമേ ഒരു ബ്ലാക്ക് ആൻഡ് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു റെഡ് സ്റ്റിച്ച് ഇവിടേക്കായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ എയർവെൻറ്റുകളെല്ലാം തന്നെയും ഭയങ്കര ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഡോർ പാനൽസ് ആണെങ്കിലും കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആൻഡ് ആണ്. അവിടെയും ആ ഒരു ഗ്ലോസി ബ്ലാക്ക് എലിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു ഇൻറ്റീരിയറിൽ ഏറ്റവും ഭംഗിയായിട്ട് വന്നിരിക്കുന്നതും ഇതിനൊരു പ്രീമിയം ഫീൽ കൂടുതലായിട്ട് നൽകുന്നതും ഈ ഗ്ലോസി ഫീൽ കൊണ്ടുവന്നതിലൂടെയാണ്. അപ്പം ഒരു തീർച്ചയായിട്ടും സിട്രോൺ കാറുകളുടെ ഒരു സ്റ്റൈലിഷ് ലൈനപ്പാണ് ഈ ഒരു ഡാർക്ക് എഡിഷൻ എന്ന് പറയാം. ഇത് വളരെ കുറച്ച് നമ്പേഴ്സിൽ മാത്രമേ ബ്രാൻഡ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്കെല്ലാം അറിയാം ലിമിറ്റഡ് എഡിഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബ്ലാക്ക് എഡിഷൻ സ്പെഷ്യൽ എഡിഷൻ എന്നൊക്കെ പറയുമ്പോൾ വളരെ കുറച്ച് നമ്പേഴ്സേ ഉണ്ടാവുള്ളൂ, കുറച്ച് കാലഘട്ടത്തിലേക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏപ്രിൽ 10 മുതൽ ഇന്ത്യയിൽ ഉടനീളമുള്ള അവരുടെ എല്ലാ ഷോറൂമുകളിലും ഈ വാഹനങ്ങൾ ഡിസ്പ്ലേയിലും ഉണ്ടാകും, വിൽപ്പനയിലും ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ കാറുകൾ നിങ്ങളുടെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഡാർക്ക് എഡിഷനിൽ നിങ്ങൾക്കൊരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തീർച്ചയായിട്ടും ബുക്ക് ചെയ്യുക. ശരിക്കും ഒരു 20,000 അല്ലെങ്കിൽ 90,500 മുതൽ ഉള്ള പ്രൈസ് ഹൈക്ക് മാത്രമൊക്കെ ഇതിൽ വരുന്നുള്ളൂ. എന്നാലും നമ്മളുടെ കാറ് കൂടുതൽ ഭംഗിയായിട്ടിരിക്കും. അപ്പം ഇനി നമുക്ക് C3യിലേക്കും കൂടി പോകാം. സ്റ്റൈലിഷ് SUV C3 എയർക്രൂസിനൊപ്പമാണ് ഞാനുള്ളത്. ഇപ്പോൾ ഈ ബ്ലാക്ക് എഡിഷൻ ഇവരിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ 5 സീറ്റർ കോൺഫിഗറേഷനിലുള്ളതാണ്. ഇത് 7 സീറ്ററിലും കിട്ടും. വലിയൊരു വാഹനം, മികച്ച ഒരു വിലയിൽ, മികച്ച ഒരു ലോകത്ത് ഏറ്റവും അധികം അവാർഡുകൾ നേടിയ, തുടർച്ചയായിട്ട് അവാർഡുകൾ നേടിയ 1.2 ലിറ്റർ പ്യുർ ടെക് എഞ്ചിനിൽ, പെട്രോൾ എഞ്ചിനിലൊക്കെ കിട്ടുന്ന ഈ ഒരു വാഹനത്തിന് ഒരുപാട് ആരാധകരാണുള്ളത്. തീർച്ചയായിട്ടും ഒരു വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു പ്രൈസിലാണ് ഈ വാഹനം സിട്രോൺ ബ്രാൻഡ് ഇവിടെ വിൽക്കുന്നത്. ഒരു രക്ഷയുമില്ലാത്ത ലുക്കാണ്. ബ്ലാക്ക് കളറിൽ വന്നപ്പോൾ വാഹനത്തിൻ്റെ ഒരു ബോൾഡ് ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. മറ്റ് രണ്ട് വാഹനങ്ങളിലും കണ്ടതുപോലെ തന്നെ അതിൻ്റെ ബ്ലാക്ക് ആയിട്ടുള്ള ലോഗോയും ഇതും ഗ്രില്ലും എല്ലാം തന്നെയും അങ്ങനെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ SUVയിലേക്ക് വന്നപ്പോൾ ഒന്നും കൂടി ഒരു ഗാംഭീര്യം ബ്ലാക്കിന് വന്നിരിക്കുന്നു. എന്തായാലും നമ്മളുടെ റൈറ്റ് സൈഡിലായിട്ട് പിന്നെ ബസാൾട്ട് കിടക്കുന്നു. ബസാൾട്ടിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പം ഇതിനകത്തേക്കൊക്കെ തന്നെയും ഈ ഫ്രണ്ട് ഗ്രില്ലിനെ കുറിച്ച് പറഞ്ഞു, ബ്ലാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. C3 എയർക്രൂസിൻ്റെ സൈഡ് മോൾഡിങ്, എല്ലാ വാഹനങ്ങളുടെയും സൈഡ് മോൾഡിങ് പൂർണ്ണമായിട്ടും ബ്ലാക്കിലേക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു
ക്രോമിൻ്റെ ഡാർക്ക് ക്രോമിൻ്റെ എലിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽസ് എല്ലാം തന്നെ ഒരു ഗ്ലോസി ബ്ലാക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നു. സൈഡ് വ്യൂ മിററും പൂർണ്ണമായിട്ടും ബോഡി കളേർഡാണ്. ഡാർക്ക് എഡിഷൻ എന്ന് പറയുന്ന ബാഡ്ജിങ് ഇവിടെ ആയിട്ടുണ്ട്. അതിൻ്റെ റൂഫ് റെയിൽ അതും ബ്ലാക്ക് ആൻഡ് ആണ്. വിൻഡോ ലൈൻസ് എല്ലാം തന്നെ ബ്ലാക്ക് ആൻഡ് ആണ്. ഇത് ശരിക്കും ഗ്ലോസി ബ്ലാക്കിലേക്ക് കൊടുത്തപ്പോൾ കൂടുതൽ ഭംഗി വന്നിരിക്കുന്നു. സ്പോയിലറും എല്ലാം തന്നെ ബോഡി കളേർഡാണ്. റിയർ ലൈറ്റിൻ്റെ കാഴ്ചയും വളരെ മനോഹരമായിരിക്കുന്നു. അപ്പം ബ്രാൻഡിൻ്റെ ബ്ലാക്ക് ആൻഡ് ടോണിലുള്ള ബാഡ്ജിങ്, എയർ ക്രൂസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ്, ഇതെല്ലാം തന്നെ ബ്ലാക്ക് ആൻഡ് ആണ്. ഈ വാഹനം ശരിക്കും ഇത്രയും വലിയൊരു വാഹനം ഒരു SUV ബ്ലാക്ക് ആൻഡ് ടോണിൽ വന്നപ്പോൾ ഒരു രക്ഷയുമില്ലാതെ നമുക്കൊക്കെ ഇഷ്ടപ്പെടും. ബ്ലാക്ക് എഡിഷനിൽ വന്നിരിക്കുന്ന സീറ്റ് അപ്പോൾസ്ട്രിക്കൊക്കെ തന്നെ ബ്രാൻഡ് കൊടുത്തിരിക്കുന്ന ഒരു പേരെന്ന് പറഞ്ഞാൽ മെട്രോപൊളിറ്റൻ ലെതറൈറ്റ് അപ്പോൾസ്ട്രി എന്നാണ്. എന്തായാലും 3 വാഹനങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഈ ലെതറൈറ്റ് അപ്പോൾസ്ട്രിയും വളരെ മനോഹരമാണ്. റെഡ് ഇൻസേർട്ടുകളും റെഡ് സ്റ്റിച്ചസും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഇരിക്കാനും നല്ല സുഖമുണ്ട്. മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വാഹനത്തിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് നോക്കുകയാണെങ്കിൽ എപ്പോഴും അത് കൊള്ളാമോ എന്ന് നോക്കും. അപ്പം ഈ ഒരു ഫ്രഞ്ച് ബോൺ SUVയിൽ ബാക്ക് സൈഡിൽ ഇരിക്കുമ്പോൾ ശരിക്കും എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് എൻ്റെ ഒരു 7 സീറ്റർ ഇത്രയും വലിയൊരു വാഹനം ഈ ഒരു വിലയ്ക്ക് ഇത്രയും വലിയൊരു ബ്രാൻഡിന് നൽകാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലാക്ക് എഡിഷൻ്റെ കാര്യമല്ല, അല്ലാതെ തന്നെയും അത്രയും നല്ല ഒരു ചോയ്സ് ആണെന്ന് തീർച്ചയായിട്ടും നമുക്ക് എല്ലായ്പ്പോഴും പറയാം. എന്തായാലും ഈ ബ്ലാക്ക് എഡിഷൻ മൊത്തത്തിൽ ഇഷ്ടമായി എന്ന് പറയുന്നു. അപ്പോൾ മഹീന്ദ്ര സിംഗ് ധോണിക്ക് ആദ്യത്തെ വാഹനം നൽകിക്കൊണ്ടാണ് ബ്രാൻഡ് ഈ ഒരു ബ്ലാക്ക് എഡിഷൻ അവതരിപ്പിച്ചത് തന്നെ. സിട്രോൺ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറാണ് മഹീന്ദ്ര സിംഗ് ധോണി. അപ്പോൾ കൂടുതൽ വാഹനങ്ങൾ അല്ലെങ്കിൽ ഈ വാഹനങ്ങളുടെയൊക്കെ ഫേസ് ലിഫ്റ്റുകൾ വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ ഈ വർഷം തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇലക്ട്രിക് വാഹനത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ലോകത്തെമ്പാടും ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ സിട്രോൺ ബ്രാൻഡ് മുൻപിലാണ്. അപ്പോൾ ഇവിടെ അവർ ശരിക്കും കൂപ്പെ അവതരിപ്പിച്ചു, ഹാച്ച് ബാക്ക് അവതരിപ്പിച്ചു, SUV 5 and 7 സീറ്റർ കോൺഫിഗറേഷനിൽ അവതരിപ്പിച്ചു. അതുപോലെ തന്നെ സിട്രോൺ C5 എന്ന വാഹനം CBU യൂണിറ്റായിട്ട് ആദ്യം അവതരിപ്പിച്ചവരുടെ സാന്നിധ്യം അറിയിച്ചു. 300-ലധികം കാർ മോഡലുകളെ അവതരിപ്പിച്ച ഒരു വാഹന ബ്രാൻഡാണ്. 50 മില്യണിലധികം വാഹനങ്ങൾ വിറ്റ ഒരു ബ്രാൻഡാണ്. അതുപോലെ തന്നെ 104 വർഷത്തെ ലെഗസിയും 101 രാജ്യങ്ങളിൽ സാന്നിധ്യവുമുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇത് എത്രത്തോളം വലിയ ബ്രാൻഡാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകും. അപ്പോൾ 6200-ലധികം ടച്ച് പോയിൻറ്റ്സ് ആണ് ഇവർക്കുള്ളത്. അപ്പം സിട്രോൺ ബ്രാൻഡിനെ സത്യം പറഞ്ഞാൽ ഈ ഫ്രഞ്ച് ബ്രാൻഡിൻ്റെ ഈ ഒരു ലെഗസി ആദ്യമായിട്ടൊരു ഡ്രൈവിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊന്ന് അറിയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം അത്ഭുതമായിരുന്നു. ഇന്ത്യയിൽ ഈ ബ്രാൻഡിൻ്റെ വിസിബിലിറ്റി എത്രത്തോളം അത്രയ്ക്ക് എല്ലാവരിലേക്കും എത്തിയോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഓട്ടോ എന്തൂസിയാസ്റ്റുകൾക്കിടയിൽ ഈ ബ്രാൻഡിന് ഇതിൻ്റെ വാല്യൂ എന്താണെന്നറിയാം. പക്ഷേ സാധാരണ ജനങ്ങളിലേക്ക് കൂടുതൽ നന്നായി എത്തട്ടെ, കൂടുതൽ ഷോറൂമുകൾ വരട്ടെ, കൂടുതൽ വാഹനങ്ങൾ വരട്ടെ, കൂടുതൽ ജനപ്രിയമാവട്ടെ സിട്രോൺ ബ്രാൻഡ് എന്ന് പറയുന്നു. എന്തായാലും ഇവർ ഇപ്പോൾ ഇറക്കിയ ഹാച്ച് ബാക്കിലേക്കും കൂപ്പയിലേക്കും SUVയിലേക്കും ഇറക്കിയ സ്പെഷ്യൽ ബ്ലാക്ക് എഡിഷൻ വാഹനങ്ങൾ പൂർണ്ണമായിട്ടും ഇഷ്ടമായി. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.